നമസ്കാരം സുഹൃത്തുക്കളെ, Node.js മലയാളം ട്യൂട്ടോറിയൽ സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ URL പാരാമീറ്റേഴ്സിനെ നമ്മൾ എക്സ്പ്രസ് വെച്ച് ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ്. URL പാരാമീറ്റേഴ്സ് നമുക്ക് രണ്ട് രീതിയിൽ കൊടുക്കാം. ഒന്ന് ക്വറി സ്ട്രിങ് വഴിയായിട്ട്. ക്വറി സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു URL ഇപ്പോൾ /about എന്നാണെന്നുണ്ടെങ്കിൽ /about യൂസർ നെയിം ഈക്വൽസ് Tintu ആൻഡ് പാസ്വേഡ് ഈക്വൽസ് ഇങ്ങനെ കൊടുക്കുന്നതാണ് ഒരു ക്വറി സ്ട്രിങ് എന്ന് പറയുന്നത്. അതായത് ഗെറ്റ് റിക്വസ്റ്റ് വഴിയായിട്ട് തന്നെ സെൻഡ് ചെയ്യുക. അതായത് ഉദാഹരണത്തിന് /students നെയിം ഈക്വൽസ് Tintu ആൻഡ് ഏജ് ഈക്വൽസ് 30. ഇത് URL വഴി പാസ് ചെയ്യുന്നത് ആണ്. ഇതാണ് ക്വറി സ്ട്രിങ് എന്ന് പറയുന്നത്. ഇത് ഒരു മെത്തേഡാണ്. മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രൊഫൈലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും /profile/1 /profile/2 ഇങ്ങനെയായിരിക്കും. അല്ലെങ്കിൽ /view/1 ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് പാരാമീറ്റേഴ്സ് വരാം. ഇപ്പോൾ ഇവിടെ view/1 എന്ന് പറയുന്നത് ഈ 1 ആണ് പാരാമീറ്റർ. അതുപോലെ ഈ എക്സാമ്പിളിൽ ഈ നെയിമും ഏജും ഒക്കെയാണ് പാരാമീറ്റേഴ്സ്. ഇപ്പോൾ ഇതിനെ എങ്ങനെ ആക്സസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ക്വറി സ്ട്രിങ്ങിനെ എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ പറയുകയാണ് app.get നമ്മൾ സ്റ്റുഡൻസ് എന്നുള്ള ഒരു ഫംഗ്ഷൻ എടുക്കുകയാണ്. അതായത് സ്റ്റുഡൻസ് എന്നുള്ള ആ മെത്തേഡ് എടുക്കുകയാണ്. ഇതാണ് സ്റ്റുഡൻസ് എന്നുള്ള മെത്തേഡ്. ഇതിൻ്റെ അകത്ത് കണ്ടൻറ്റ് ഞാൻ ക്ലിയർ ചെയ്യുകയാണ്. ഇനി ഇതിൻ്റെ അകത്ത് ക്വറി സ്ട്രിങ്, അതായത് ഇപ്പം Tintu ഏജ് 30 ഇത് രണ്ടും എനിക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ആക്സസ് ചെയ്യും? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് request.query എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ക്വറി സ്ട്രിങ്ങിനെ ആക്സസ് ചെയ്യാം. ഞാൻ പറയുകയാണ് response.send request.query. ഓക്കെ, നമുക്ക് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ നമ്മുടെ റിക്വസ്റ്റിൻ്റെ ക്വറി എന്നുള്ള പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഈ ക്വറി സ്ട്രിങ്ങുകളെ ഒരു JSON ഒബ്ജക്റ്റായിട്ട്, അതായത് ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് എനിക്ക് നെയിം എന്നുള്ള പ്രോപ്പർട്ടി എടുക്കണമെങ്കിൽ request.query.name എന്നെടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ നെയിം പ്രോപ്പർട്ടി എനിക്ക് കിട്ടി Tintu. ഇത് മാറ്റി വേറൊരു പ്രോപ്പർട്ടി ആക്കിയാൽ ഗീതു എന്നാക്കിയാൽ ആ പ്രോപ്പർട്ടി എനിക്ക് ഇവിടെ ആക്സസ് ചെയ്യാം. ഇങ്ങനെ എനിക്ക് ഗെറ്റ് റിക്വസ്റ്റിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പം ഏജ് എടുക്കണമെന്നുണ്ടെങ്കിൽ നെയിം മാറ്റി ഏജ് എന്ന് എടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ ഏജ് എന്ന് കിട്ടി. സോ ഇതാണ് നമ്മുടെ ക്വറി സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ URL വഴി പാസ് ചെയ്യുന്ന ** ഇട്ട് പാസ് ചെയ്യുന്നതാണ് ക്വറി സ്ട്രിങ്. ഇതൊരു പോസിബിലിറ്റി. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ /profile ഇപ്പം /profile/1 profile/2 അങ്ങനെ ഒരു രീതിയിൽ URL എഴുതണമെന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതണം app.get /profile /1 എന്ന് വരാം, /2 എന്ന് വരാം. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മളിവിടെ ഒരു വൈൽഡ് കാർഡ് ക്യാരക്ടർ കൊടുക്കുകയാണ് :id. ഓക്കെ, ഇങ്ങനെ :id എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കാര്യവും വേണമെങ്കിലും വരാമെന്ന് അതിൻ്റെ അർത്ഥം അല്ലേ. ID എന്ന് പേരുള്ള ഒരു ഫീൽഡ് ഇവിടെ വരാൻ പോകണം. അതിൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്കിപ്പോൾ അറിയത്തില്ല. റൺ ചെയ്യുമ്പം അല്ലെങ്കിൽ ഇത് URL സപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ. അപ്പം പ്രൊഫൈൽ / എന്തെങ്കിലും ഒരു നമ്പർ ഇവിടെ വരാം. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? നമ്മൾ വീണ്ടും പറയുകയാണ് ഫംഗ്ഷൻ request, response. വീണ്ടും നമ്മൾ പറയുകയാണ് result.send. ഈ ഡാറ്റ എവിടെ ആക്സസ് ചെയ്യാൻ പറ്റും? അതായത് ഈ പറയുന്ന ഈ ഒരു ഡാറ്റ. അപ്പോൾ ഇത് params എന്നുള്ളൊരു പ്രോപ്പർട്ടിയാണ്. നമ്മൾ പറയുകയാണ് request.params.id എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ID പ്രോപ്പർട്ടീനെ ആക്സസ് ചെയ്യാം. അതായത് ശ്രദ്ധിക്കുക, ഇതിന് മുൻപ് നമ്മൾ ക്വറി പറഞ്ഞപ്പം request.query. ഒരു പ്രോപ്പർട്ടി ആയിരുന്നു. ഇത് / ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ വരുന്ന ആർഗ്യുമെൻറ്റ് request.params. അതിൻ്റെ പേരെന്താണ്? ഇവിടെ ID എന്നായതുകൊണ്ട് ഇവിടെ ID. ഓക്കെ, അപ്പോൾ നമുക്കിത് എക്സിക്യൂട്ട് ചെയ്താൽ /profile/1 എന്ന് കൊടുത്താൽ 1 എന്ന് കിട്ടി. /profile/2 എന്ന് കൊടുത്താൽ 2 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു കരുതുക. ഇപ്പം വേറെ ഇൻഫർമേഷൻ കൂടി ഉണ്ടായിരുന്നു. ഇപ്പം ID1 ഉണ്ടായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതുകൂടെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കമ്പൈൻ ചെയ്യാം. ഓക്കെ, ID-യുടെ ഒപ്പം തന്നെ നമ്മൾ വീണ്ടും പറയുകയാണ് request.params.id1 കൂടെ പറയുകയാണ്. ഓക്കെ, ഒരു ചെറിയൊരു സ്പേസ് ഇട്ടിട്ട് പറയുകയാണ് ID1 റൺ ചെയ്ത് കഴിഞ്ഞാൽ
അപ്പോൾ രണ്ട് ആർഗ്യുമെൻറ്റ് കൊടുക്കണം. ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് 1, ടെസ്റ്റ് ഇങ്ങനെ കൊടുക്കുകയാണ്. അവിടെ 1 ടെസ്റ്റ് 2 റിസൾട്ട് നമുക്ക് കിട്ടി. അതായത് ഇവിടെ 2 ആർഗ്യുമെൻ്റ് ഉണ്ട്, ID1. അത് നമുക്കിവിടെ ആക്സസ് ചെയ്യാം. ID എന്നുള്ള പേരിൽ ഈ 1 കിട്ടി. അതുപോലെ തന്നെ ID1 എന്നുള്ള പേരിൽ നമുക്ക് record.params.id1 എന്നുള്ള പേരിൽ നമുക്ക് രണ്ടാമത്തെ ആർഗ്യുമെൻറ്റും കിട്ടി. ഓക്കെ, ഇനി സപ്പോസ് നമ്മുടെ ഇത് ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് നമുക്ക് കളയാം. നമ്മുടെ കയ്യിൽ കുറച്ച് ഡാറ്റ ഉണ്ടായിരുന്നത് കരുതുക. ഓക്കെ, അപ്പോൾ ആ ഡാറ്റ ബേസ് ചെയ്തിട്ട് നമുക്ക് യൂസേഴ്സിനെ ഡിസ്പ്ലേ ചെയ്യണം. നമ്മൾ ഇതിൻ്റെ പുറത്ത് കുറച്ച് വേരിയബിൾസ് പറയുകയാണ്. വാർ പ്രൊഫൈൽസ് എന്ന് പറഞ്ഞിട്ടൊരു അറേ ഡിഫൈൻ ചെയ്യുകയാണ്. ഓരോ അറേയിലും നമ്മൾ ഓരോ ഒബ്ജക്റ്റ് പറയുകയാണ്. അതിൽ പറയുന്ന പ്രോപ്പർട്ടി ഇതാണ്. നെയിം അനിൽ, ഏജ് 26. ഇതിൻ്റെ കോപ്പി എടുക്കാം നമുക്ക്. സോ ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമുക്ക് ഇങ്ങനെയല്ല, ഒരു അറേ ആയിട്ടല്ല, ഇതിനെ വീണ്ടും ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് പറയേണ്ടത്. നമ്മളൊരു ഒബ്ജക്റ്റായിട്ട് പറഞ്ഞു. ഒബ്ജക്റ്റിന് ഒരു കീ കൊടുക്കുകയാണ്. ഓക്കെ, അതായത് നമ്മുടെ ഉദ്ദേശം ഇതാണ്. പ്രൊഫൈൽ/1 എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഇൻഫർമേഷൻ തരിക, പ്രൊഫൈൽ/2 എന്ന് പറഞ്ഞാൽ വേറെ ആളുടെ ഇൻഫർമേഷൻ തരിക, അതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് വീണ്ടും പറയുകയാണ് 1. അപ്പോൾ നമ്മൾ കോഡ്സി പറയുകയാണ് 1 എന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് വരണം? നമ്മൾ വേറൊരു ഒബ്ജക്റ്റ് പറയുവാണ്. അതിൻ്റെ അകത്ത് നെയിമുണ്ട്. നെയിം എന്ന് പറയുന്നത് അനിൽ, ഏജ് എന്ന് പറയുന്നത് 30. ഇതാണ് 1. 2 എന്ന് പറയുമ്പം ഇതിൻ്റെ തന്നെ ഒരു കോപ്പി എടുത്തിട്ട് നമുക്ക് വീണ്ടും പറയാം. 2 കോപ്പി എടുക്കുകയാണ്. 2 എന്ന് പറയുന്നത് വേറെ സ്റ്റാഫാണ്, അല്ല വേറൊരു പ്രൊഫൈലാണ്. 3 എന്ന് പറയുന്നത് വേറെ പ്രൊഫൈലാണ്. ഇത് അനിലാണ്. നമ്മൾ പറയുകയാണ് ബിമൽ, സഞ്ജു, ഏജ് 25, ഏജ് 35. ഓക്കെ, സോ നമ്മൾ കൊടുക്കുന്ന പ്രൊഫൈൽ ആ വാല്യൂ അനുസരിച്ച് ഇതിൻ്റെ അകത്തുനിന്ന് നമ്മുടെ വാല്യൂ മാറി നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ID വേണം അല്ല. അപ്പം ലെറ്റ് കറൻറ്റ് ID ഈക്വൽസ് റിക്വസ്റ്റ് ഡോട്ട് നമ്മുടെ പാരംസിലാണുള്ളത് params.id. നമുക്ക് ID കിട്ടി. ഇനി നമുക്ക് ഈ പ്രൊഫൈൽസിലെ കറൻറ്റ് ID. അപ്പം കറൻറ്റ് പ്രൊഫൈൽ എങ്ങനെ കണ്ടുപിടിക്കാം? ലെറ്റ് കറൻറ്റ് പ്രൊഫൈൽ ഈക്വൽസ് ഈ പ്രൊഫൈൽസിൽ. അപ്പം പ്രൊഫൈൽസിലെ കീ എന്താണ്? 1, 2, 3 ഈ 3 കീ ആയാലുള്ള നമുക്ക് വേണ്ട കീ എന്താണ്? കറൻറ്റ് കീ. ഓക്കെ, അപ്പോൾ 1 ആണ് നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്യണമെങ്കിൽ ഇതെടുക്കും, 2 ആണെങ്കിൽ ഇതെടുക്കും, 3 ആണെങ്കിൽ ഇതെടുക്കും. അപ്പോൾ കറൻറ്റ് പ്രൊഫൈൽ ഇതാണ്. ഇനി നമുക്ക് ഈ കറൻറ്റ് പ്രൊഫൈലിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യാം. നമ്മൾ പറയുകയാണ് response.write പ്രൊഫൈൽ ഓഫ്, നമ്മൾ പറയുകയാണ് കറൻറ്റ് പ്രൊഫൈൽ ഡോട്ട് നെയിം പറയുകയാണ്. കറൻറ്റ് പ്രൊഫൈൽ 2 ആ ഇൻഡെക്സ് എടുത്താൽ 2 പ്രോപ്പർട്ടിയാണുള്ള, നെയിമും ഉണ്ട് ഏജും ഉണ്ട്. നമ്മൾ പറയുകയാണ് കറൻറ്റ് പ്രൊഫൈൽ ഡോട്ട് നെയിം. നമുക്കിനി ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ പ്രൊഫൈൽ/1 എന്ന് കൊടുത്താൽ എറർ വന്നേക്കാണ്. കറൻറ്റ് എന്നല്ല, കറൻറ്റ് പ്രൊഫൈൽ എന്നാണ്, അല്ല സോറി കറൻറ്റ് ID എന്നാണ്. ഓക്കെ, കറൻറ്റ് ID നമ്മൾ പറയുകയാണ് പ്രൊഫൈൽ/1. ഇത് ഇങ്ങനെ കറങ്ങാണ്. എന്തോ ഒരു എറർ വന്നിട്ടുണ്ട്, എന്താണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് കുറച്ച് മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. അതായത് ഇതിൽ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ റൈറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി റൈറ്റ് എന്നല്ല, സെൻഡ് എന്നാണ് വേണ്ടത്. response.send. ഓക്കെ, നമുക്ക് റിഫ്രഷ് ചെയ്യാം. ഓക്കെ, പ്രൊഫൈൽ ഓഫ് അനിൽ. ആക്ച്വലി നമ്മൾ ചെയ്ത റൈറ്റ് എന്നുള്ളത് പഴയ മെത്തേഡായിരുന്നു. ഇത് എക്സ്പ്രസ് വെച്ചിട്ടാണ്. എക്സ്പ്രസ്സിൽ റൈറ്റ് എന്നല്ല, എക്സ്പ്രസ്സിൽ സെൻഡ് എന്നാണ്. ഓക്കെ, അപ്പോൾ അതാണ് 2 തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ID-നെ ബേസ് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്യുവാണ്. ഇവിടെ നമ്മളിപ്പോൾ ID1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ അകത്ത് ID1 ആയിട്ടുള്ളത് അനിലാണ്. ഓക്കെ, ഇനി 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ ID2 ആയിട്ടുള്ളത് ബിമലാണ്. ഇങ്ങനെ നമുക്ക് സിമ്പിൾ APIs ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയുന്നതിന് പകരം ആ റെസ്പോൺസ് അങ്ങനെ തന്നെ പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, അതായത് ഇങ്ങനെ ഡാറ്റ പ്രിൻറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ പറയുവാണ് കറൻറ്റ് പ്രൊഫൈൽ എന്ന് പറയാം. കറൻറ്റ് പ്രൊഫൈൽ. ഓക്കെ, ഇനി നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ JSON ആണ് കിട്ടുക. ഓക്കെ, മിക്കവാറും നമ്മൾ APIs ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റെസ്പോൺസ് ഇതുപോലെ JSON ആയിട്ടായിരിക്കും കിട്ടുക.
അപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ പോസ്റ്റ്മാനിൽ തന്നെ വരികയാണ്. പോസ്റ്റ്മാനിൽ ചെന്നിട്ട് നമ്മൾ ഗെറ്റ് റിക്വസ്റ്റ് എടുക്കുകയാണ്. ഇപ്പോൾ നമുക്കിത് വേണമെങ്കിൽ പുതിയ ടാബിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഓരോ റിക്വസ്റ്റും നമുക്ക് ഇങ്ങനെ ടാബിലാക്കി വെക്കാം. നമ്മൾ പുതിയൊരു റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഗെറ്റ് എന്നുള്ള റിക്വസ്റ്റ് നമ്മുടെ URL ഇതാണ്. URL കോപ്പി എടുക്കുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു, സെൻഡ് കൊടുക്കുമ്പോൾ നമുക്ക് JSON റെസ്പോൺസ് കിട്ടുന്നു. ഓക്കെ, ID 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 3 ആയിട്ടുള്ള സ്റ്റാഫിൻ്റെ, അതായത് ആളുടെ പ്രൊഫൈൽ നമുക്ക് കിട്ടുന്നു. സോ ഇങ്ങനെയാണ് നമ്മൾ ക്വറി സ്ട്രിങ്ങും അതുപോലെ പാരാമീറ്റേഴ്സും ഇതിൻ്റെ അകത്ത് ആക്സസ് ചെയ്യുന്നത്. ഇപ്പോൾ ക്വറി സ്ട്രിങ് ആക്സസ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ കണ്ട റിക്വസ്റ്റ് ഡോട്ട് ക്വറി എന്നുള്ള പ്രോപ്പർട്ടി ആക്സസ് ചെയ്യണം. അങ്ങനെ നമുക്ക് ക്വറി സ്ട്രിങ് കിട്ടും. ഇനി നമുക്ക് പാരാമീറ്റേഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് ഡോട്ട് പാരംസ് എന്നുള്ള ഈ പ്രോപ്പർട്ടി ആക്സസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇത്രയും കാര്യം പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് എന്ത് തരത്തിൽ വേണമെങ്കിലും, ഇനി ഇതിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോസിബിലിറ്റീസ് ആണ് നമ്മളിവിടെ പഠിപ്പിക്കുന്ന. അല്ലെങ്കിൽ ഇപ്പം ഞാനിപ്പം പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് എന്ത് കാര്യം വേണമെങ്കിലും ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞ നോളജ് വെച്ചിട്ട് നിങ്ങളൊരു സാമ്പിൾ ആഡ് എഡിറ്റ് ഡിലീറ്റ് ചെയ്യാനുള്ളൊരു ഫംഗ്ഷനാലിറ്റിയൊക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഉപയോഗപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളോടൊത്ത് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.